അങ്ങനെ കേരള ഗവർണറുടെ നാലാമത്തെ ഷോയും ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. നാലാമത്തെ ഷോ നടന്നത് നിലമേലാണ്. നിലമേലിലൂടെ സഞ്ചരിച്ച ഗവർണറുടെ കാറിൽ SFI പ്രവർത്തകർ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവർണർ നിലമേലിൽ കാർ വിട്ടിറങ്ങുകയും പുറത്തിറങ്ങുകയും SFI പ്രവർത്തകരെ ഗുണ്ടകളെന്ന് വിളിക്കുകയും ഒപ്പം പോലീസുകാരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ ദൃശ്യങ്ങളിൽ ഒരിടത്ത് പോലും ഗവർണറുടെ കാറിൽ ഏതെങ്കിലും ഒരു SFI പ്രവർത്തകൻ തട്ടുന്നതായോ ഇല്ലെങ്കിൽ അവിടെ അതിൻ്റെ പാതയിൽ നിൽക്കുന്നതായോ കാണാൻ കഴിയില്ല. കാരണം പ്രതിഷേധിക്കാൻ വന്ന SFI പ്രവർത്തകരൊക്കെ തന്നെ ഒരു വശത്ത് തന്നെ നിൽക്കുകയാണ്. അതൊരു ജനാധിപത്യ മര്യാദയാണെന്ന് പറയേണ്ടി വരും. കാരണം ഗവർണറാണ്, അദ്ദേഹത്തിന് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം SFIക്കാർക്കുമുണ്ട്. അതുകൊണ്ട് SFI പ്രവർത്തകർ ഒരു സൈഡിൽ നിന്ന് കരിങ്കൊടി വീശുകയായിരുന്നു. പക്ഷേ ഗവർണർ വളരെ പെട്ടെന്ന് കാർ നിർത്തിയ ശേഷം തന്റെ കാറിൽ SFI പ്രവർത്തകർ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങുകയും അതിനുശേഷം SFI പ്രവർത്തകർ കരിങ്കൊടി കാണിക്കാൻ നിന്ന സ്ഥലത്തേക്ക് വന്ന് അവരോട് ചൂടാകുകയും അവരെ ഗുണ്ടകൾ എന്ന് വിളിക്കുകയും ചെയ്തത് സത്യത്തിൽ ഒരു പ്രകോപനം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോട് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. ഗവർണറുടെ ആവശ്യം വളരെ സിമ്പിൾ ആയിരുന്നു. ആ പ്രവർത്തകർ അവിടെ കരിങ്കൊടി കാണിക്കാൻ എത്തിയ പ്രവർത്തകർക്കെതിരെ FIR ഇടണം. ആ FIRന്റെ കോപ്പി കിട്ടണം. ആ കോപ്പി കൊണ്ടുപോയിട്ട് കേന്ദ്ര സർക്കാരിന് അയക്കണം. ഇവിടെ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇവിടെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് ഞാൻ ശുപാർശ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കണം. അതായിരുന്നു ഗവർണറുടെ അജണ്ട. അത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ പല പ്രാവശ്യങ്ങളിലും നമ്മൾ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയതുമാണ്. കാരണം തിരുവനന്തപുരത്തുണ്ടായ സംഭവം തന്നെ സമാനമായ രീതിയിലൊരു സംഭവമല്ല ഈ നിലമേലുണ്ടായത്. നിലമേൽ ആ ഒരു SFI പ്രവർത്തകർ ആ ഒരു പരിസരത്ത് പോലും ഇല്ല. ഗവർണറുടെ സഞ്ചാരപാതയുടെ ഒരു സൈഡിൽ പോലും അവരില്ല. അവർ ഒതുങ്ങി നിന്ന് പ്രതിഷേധിക്കുകയാണ്. അവർക്കിടയിലേക്കാണ് വണ്ടി കൊണ്ട് ഇറങ്ങിയ ശേഷം അവർ പ്രശ്നക്കാരാണ്, അവരുടെ വണ്ടി തടയാൻ വന്ന ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയും ആ കുട്ടികൾക്കെതിരെ ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ആ കുട്ടികൾക്കെതിരെ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. SFI പ്രവർത്തകർക്കെതിരെ കേസ് എടുക്കുന്നു. ആ കേസ് എടുത്ത റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ താൻ ഇവിടുന്ന് പോകുള്ളൂ എന്നൊരു വാശി ഗവർണർക്കുണ്ടായിരുന്നു. ആ വാശിയാണ് നമ്മൾ കഴിഞ്ഞ 3 ഷോകളായി കണ്ടുവന്നിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് തിരുവനന്തപുരത്ത് നടന്ന സംഭവം, 2 നിയമസഭയിലെ സംഭവം, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റിപ്പബ്ലിക് ദിനത്തിലുണ്ടായ സംഭവം, അതിനുശേഷം ഇപ്പോൾ നിലമേൽ ഉണ്ടെന്ന സംഭവം. അങ്ങനെ ഈ 4 ഷോകളിൽ ഏറ്റവും ഒടുവിൽ ഗവർണർക്ക് വേണ്ടത് കിട്ടിയത് നിലമേലിൽ നിന്നാണ്. അതാണ് ആ SFI പ്രവർത്തകർക്ക് നേരിട്ടിരിക്കുന്ന FIR എന്ന് പറയണം. ഇപ്പോൾ ആ FIRന്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്: തിരിച്ചറിയാത്ത 5 പേർ ഉൾപ്പെടെ 17 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 13 പേരെ FIRൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. 12 പേരുടെ പേരുവിവരങ്ങൾ FIRൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. മാത്രമല്ല CCTV പരിശോധിച്ച് അങ്ങനെ ഗവർണറുടെ വാഹനത്തെ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാണ്. പോലീസ് അതുമായി ബന്ധപ്പെട്ടിപ്പോൾ മുന്നോട്ട് പോവുകയാണ് എന്നാണ് ലഭിക്കുന്ന ഒരു വിവരം. പക്ഷേ ഗവർണറുടെ ആവശ്യം SFI പ്രവർത്തകർക്കെതിരെ കേസെടുക്കുക എന്നുള്ളതല്ല. പകരം ഇവിടെ പ്രതിസന്ധി ഉണ്ട്, ഇവിടെ ക്രമസമാധാന നില തകർന്നിരിക്കുകയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഗവർണറുടെ നീക്കമാണ് ഇന്ന് നമ്മൾ നിലമേൽ കണ്ടത്. അതിൽ അദ്ദേഹം ഭാഗികമായെങ്കിലും വിജയിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. എന്തായാലും പോരാട്ടം തുടരും എന്ന വാശിയിലാണ് SFIയും ഉള്ളത്. ഗവർണറുടെ തലതിരിഞ്ഞ നയങ്ങൾക്കെതിരെ ഗവർണർ സർവകലാശാലകളെ സംഘപരിവാറിന്റെ ആളുകൾ കൊണ്ട് നിറയ്ക്കാനുള്ള ശ്രമം, ആ ശ്രമത്തിനെതിരെ ഏതറ്റം വരെയും പോരാടും എന്ന് തന്നെയാണ് SFIയുടെ നേതാവ് ആർഷോ പറയുന്നത്. ഒരു തരത്തിലും ഗവർണറുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെ എന്ന് തന്നെയാണ് SFIയുടെ നിലപാട്. ഇനിയും കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉയരും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണർക്ക് ഇപ്പോൾ സർക്കാരിനോടുള്ള വാശി SFIയോട് തീർക്കാം എന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം. അതുകൊണ്ട് എവിടെ കരിങ്കൊടി കാണിച്ചാലും അവിടെ ചാടി ഇറങ്ങി FIR ഇടിക്കാനുള്ള നീക്കത്തിലേക്കായിരിക്കും ഇപ്പോൾ ഗവർണർ പോവുക എന്നുള്ളതും പ്രസക്തമായി എന്ന് തന്നെ. അതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്നത്തെ വിഷയത്തിൽ ആഭ്യന്തര മന്ത്രാലയം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഗവർണറെ എന്തിനാണോ കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് അയച്ചത് അതിലേക്ക് ഗവർണർ നടന്നടുക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇവിടുത്തെ ക്രമസമാധാന നില പ്രശ്നമാണ്, തകരാറാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിന് ഇന്നത്തെ സംഭവം ഉപയോഗിക്കും. ഇതിന് ശേഷം ഡൽഹിക്ക് എന്താകും ഗവർണർ ഇവിടെ നിന്ന് എഴുതി വിടുക എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. പക്ഷേ ഇത് കേരളമാണ്. എല്ലാത്തിനെയും ഒറ്റക്കെട്ടായി നിന്ന് എതിർത്ത കാലം ഇവിടെയുണ്ട്, എല്ലാവരും ഒരുമിച്ച് നിന്ന കാലവും ഇവിടെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ സർവകലാശാലയെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ നീക്കത്തിനെതിരെ ഏതറ്റം വരെ പോയും സമരം നടത്താൻ തയ്യാറാണ് തങ്ങളെന്നാണ് SFI പ്രവർത്തകർ പറയുന്നത്. ഇനിയും ഗവർണർ SFIയുടെ കരിങ്കൊടി കാണേണ്ടി വരും. അതിൽ അദ്ദേഹം ദേഷ്യപ്പെടുകയോ ക്ഷോഭിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ ഇനിയും പ്രതിഷേധങ്ങൾ തുടരും എന്ന് തന്നെയാണ് SFIയുടെ നിലപാട്.